കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങും മെയിൻ പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ബോർഡ് നെക്കാണ് ബാക്ക് നെക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതുപോലെ ഒരു കട്ടിങ് ബാക്കിൽ വരും. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ ഫാഷൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്രിൻസസ് കട്ട് ഹാഫ് ബ്ലൗസ് ആണ്. അതായത് സ്കേർട്ടിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു പ്രിൻസസ് കട്ട് സിമ്പിളായിട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ലൈനിങ്ങിലാണ് നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ലൈനിങ്ങിന് രണ്ടായിട്ട് 13 ഇഞ്ച് വിഡ്ത്ത് എടുത്ത് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഈ ലെങ്ത് ആണ് നമ്മൾ എടുക്കുന്നത്. ഇതിന് വേണ്ടുന്നത് 15 ഇഞ്ചാണ് വേണ്ടുന്നത്. അപ്പോൾ 15 എടുത്തതിന് ശേഷം പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം. ഇനി 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തു. ഇനി ലെങ്ത് എന്ന് പറയുന്നത് 7 ആണ്. 7ൻ്റെ കൂടെ 1/2 ഇഞ്ച് കൊടുത്ത് 4 ഇഞ്ച് കൊടുത്ത് നമുക്ക് 7.25 മാർക്ക് ചെയ്യാം. അപ്പം നെക്ക് നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഷോൾഡറാണ്. 3 ഇഞ്ച് ഷോൾഡറാണ് കൊടുക്കുന്നത്. 3 ഇഞ്ച് ഷോൾഡർ. ആം ഹോള് 6 ഇഞ്ചാണ് വരുന്നത്. 2 ആം ഹോൾ ആയതുകൊണ്ട് നമുക്കിവിടെ കുഴിച്ച് വെട്ടിക്കൊടുക്കാം. 11 ഇഞ്ചാണ് പോയിന്റ് വരുന്നത്. അതായത് ബ്രസ്റ്റിൻ്റെ പോയിന്റ് വരുന്നത് 11 ഇഞ്ചാണ്. അപ്പോൾ നമുക്കിവിടെ 4 ഇഞ്ച് കൂട്ടി, അതായത് ഇവിടെ 1/2 ഇഞ്ച് കൂട്ടി 11.5, അതായത് 11 നമ്മുടെ ബ്രസ്റ്റിൻ്റെ പോയിന്റ് വരുന്നത്. അപ്പം 11ൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന് പോകുമ്പോൾ ഇവിടെ 11.5 മാർക്ക് ചെയ്യുക. പിന്നീട് നമ്മൾ 4 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ പോയിന്റ് വന്നിരിക്കുന്ന ഭാഗത്ത് നേരെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തു. അതായത് നമ്മൾ 11.5 ഇവിടെ മാർക്ക് ചെയ്തു. 11 ആയിരുന്നു. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 11.5 നമ്മളിവിടെ മാർക്ക് ചെയ്തു. പിന്നീട് ഇവിടെ നിന്ന് 4 ഇഞ്ച് എടുത്തതിന് ശേഷം ആ 4 ഇഞ്ചാണ് മുകളിലോട്ടും പോയിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് ആ അളവിൽ തന്നെ നമ്മൾ എടുക്കുകയല്ല ചെയ്യുന്നത്. ഇവിടെ നിന്ന് 4 ഇഞ്ച് എടുത്തിട്ട് ആ 11.5-യിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. പിന്നീട് 1.5 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്യുക. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇത് ഇവിടെ നിന്ന് നമ്മുടെ ആം ഹോളിൻ്റെ കർവിലേക്ക് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഈ കോണിൽ നിന്ന് നമുക്കിങ്ങനെ വരച്ചു പോകാം. ഇങ്ങനെയാണ് പ്രിൻസസ് കട്ടിൻ്റെ കട്ടിങ്. സിമ്പിളായിട്ട് കട്ട് ചെയ്യുന്നതാണ്. ഇത് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഒന്നും കൂടെ ഞാൻ പറയാം. ഈ പോയിൻറ്റിൻ്റെ ഭാഗം ഒന്നും കൂടെ പറയാം. ഇവിടെ നിന്ന് 11 ആയിരുന്നു നമ്മുടെ ബ്രസ്റ്റിൻ്റെ പോയിന്റ്. പക്ഷേ നമ്മൾ 1/2 ഇഞ്ച് ഇവിടെ പോകുന്നതിന് വേണ്ടി സീം അലവൻസും കൂടെ കൂട്ടി 11.5 ഞാനിവിടെ മാർക്ക് ചെയ്തിരുന്നത്. പിന്നീട് ഇവിടുന്ന് 4 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. അതായത് നമുക്ക് ഇവിടെ കിട്ടുന്ന 4 ഇഞ്ച് തന്നെയാണ് ഇവിടെയും നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നിന്നും 4 ഇഞ്ചാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പിന്നീട് ആ 4 ഇഞ്ചിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് ഈ 11.5 വന്ന ഭാഗത്തേക്ക് അതിനെ ജോയിൻറ്റ് ചെയ്യുക. പിന്നീട് ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് 1.5 ഇഞ്ച് ഇങ്ങോട്ടും ഇവിടെ നിന്നും 1.5 ഇഞ്ച് ഇങ്ങോട്ടും മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് നമ്മുടെ ആം ഹോളിൻ്റെ കർവിൻ്റെ ആ ഭാഗത്തേക്ക് എങ്ങനെ ചരിച്ച് വരയ്ക്കുന്നു. ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ നമുക്ക് ഈ പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാണ് ചെയ്തത്. പിന്നീട് നമ്മൾ ഇത് രണ്ടും കൂടെ നല്ല പീസിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം ജോയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ പോയിൻ്റ് നമുക്ക് കിട്ടിയിരിക്കും. ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിന് ലൈനിങ് ഇല്ലാതാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. മെയിൻ പീസിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്യാം. പ്രിൻസസ് കട്ടിൻ്റെ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇത് വി നമ്മൾ സ്റ്റിച്ച് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ഇത് അറ്റാച്ച് ചെയ്ത് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇത് നല്ല വശം അകഭാഗം നമ്മൾ അകഭാഗമാണ് രണ്ടും ഇട്ടിരിക്കുന്നത്. അപ്പം ഇത് നല്ല വശമാണ് ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ലൈനിങ്ങും മെയിൻ പാർട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിത് ക്യാൻവാസ് വെച്ച് വി നെക്ക് സ്റ്റിച്ച് ചെയ്തതാണ്. ക്യാൻവാസ് വയ്ക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാനിത് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. വി നെക്ക് നമ്മൾ ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് അടുത്ത പാർട്ട്, ഫ്രണ്ടിലെ അടുത്ത പാർട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് എടുക്കാം. ഇതുപോലെ അറ്റാച്ച് ചെയ്ത് രണ്ട് പാർട്ടും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ജോയിൻ ചെയ്യാം. ഇതുപോലെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ ആം ഹോൾ ഉണ്ടല്ലോ, ആം ഹോളിൻ്റെ പാർട്ടിൽ നിന്ന് തുടങ്ങി താഴോട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ചുളിവ് വരാതെ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പാർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അടുത്തത് സ്റ്റിച്ച് ചെയ്യാം. അടുത്ത പാർട്ട് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് വെക്കണം. എവിടെയും കയറി ഇറങ്ങി പോകാതെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്യണം. അപ്പം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ പട്ട വെച്ച് കൊടുക്കണം. അപ്പം പട്ട വെച്ച് കൊടുക്കാം. ഒരു വശം ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് വീതി കൂടിയ പട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം. അപ്പം ബാക്ക് പോർഷനിൽ ബാക്ക് പാർട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ നല്ല വശവും കൂടെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ റൗണ്ടിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബാക്കിൽ ക്രോസ് പീസ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ബാക്കിൽ ക്രോസ് പീസ് വെച്ച് മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി ഇതാ ഈ ക്രോസ് പീസ് ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി കൊടുക്കുക. അതായത് നല്ല വശവും കൂടെ
മെയിൻ പാർട്ടുകൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടെ ചേർത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ്.